ഞാനും ഇല്ലാത്ത ട്രിപ്പ് ആയതുകൊണ്ടാണ് രാവിലെ തന്നെ ഞങ്ങളെ ഫസ്റ്റ് ട്രെയിൻ പോയി സെക്കൻഡ് ട്രെയിൻ പിടിച്ചാണ് ഞാനും അമലും. അതെങ്ങനെ കിട്ടി. എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് നമ്മളെ നാട്ടുകാരെ കമ്പനി ആയിട്ട് കിട്ടി. മലപ്പുറംകാരെ തന്നെ കൂടെ കിട്ടിയ വൻ പ്ലാനിങ്ങുമാണ്. അങ്ങനെ നമ്മളെ സ്റ്റേഷനിലെത്തി. ഇതാണ് ഗോരഖ്പൂർ എന്ന സ്റ്റേഷൻ. ഇവിടെയാണ് നമ്മൾ ഇറങ്ങാം. ഞങ്ങളങ്ങനെ ഗോരഖ്പൂർ എത്തിയിട്ടുണ്ട്. കുറേ ചോദിക്കും, പക്ഷേ നമുക്ക് നല്ലത് ഇത്ര ആളുകൾ പോകുമ്പോൾ ബസ്സിലാണ് നല്ല എക്സ്പെൻസ് ചെയ്തു. കുറേ പേരുണ്ട്, കുറേ ഗൈഡ് വന്നിട്ട് ചോദിക്കും അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോകണ്ട. അങ്ങനെ പോകണ്ടേ नेपाल बॉर्डर कितना है? टैक्सी नहीं, बस स्टॉप किधर है? उधर है. ഓക്കെ താങ്ക് യു. ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മള് നേപ്പാൾക്ക് പോകണം. ഫസ്റ്റ് നമ്മൾ ഇന്ത്യൻ്റെ ബോർഡർ പോകണം, സൊനാലി. നമ്മൾ ഇന്ത്യൻ ബോർഡർ പോകണം ഗൈസ്. അങ്ങനെ നമ്മൾ സൊനാലി നേപ്പാൾ ഇന്ത്യ ബോർഡറാണ്. അവിടുന്ന് നമ്മൾ നേപ്പാളിലേക്ക് പോകുന്നത്. നമ്മൾ ലോക്കൽ ബസ്സാണ് എടുത്തത്. 150 രൂപയാണ് ഇവിടുന്ന് നേരെ ബോർഡറിലേക്കുള്ള ചാർജ്. മറ്റേ വണ്ടിയിൽ 600, 500, 400 വരെ റേറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെയാണ് ഏകദേശം 2.5 മണിക്കൂറുണ്ട് ഇവിടുന്ന് ബസ്സിൽ യാത്ര. നല്ല ചൂടും യാത്ര ചടച്ചിക്കുന്ന ആൾക്കാരുന്നതൊക്കെ. ബസ്സോടെ ചാടികൾ മാർഗുണ്ട്. നമ്മൾ സോസൊക്കെ ഇട്ട് ഞാൻ സെറ്റായി. എൻ്റെ പേരെ സുഖം ഇപ്പോൾ തുടങ്ങി. തള്ളു എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചിക്കാനില്ലാണ്. ഇപ്പോൾ തള്ളി തള്ളി മറക്കുക. സുലൈമാൻ സംഭവിച്ചത് ഇവിടുന്ന് ഒരു 50 മീറ്റർ ഉണ്ട്. ഫൈനലി ആകെ ചെക്ക് ചെയ്യുന്ന നമ്മൾ ആധാർ കാർഡും കാര്യങ്ങളും ചെക്ക് ചെയ്യും. അത്രേ ഉള്ളൂ. അത് കോപ്പി കാണിച്ചാൽ മതി. അത്രേ ഉള്ളൂ നമുക്ക് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിൽ പോകാനുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഫൈനലി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേപ്പാൾ ബോർഡറിലെത്തി നേപ്പാളിലേക്ക് കടന്നു. അത്രേ ഉള്ളൂ. പൊക്കാരൊക്കെ പോകണം. അത്ര ലേറ്റ് ആയതുകൊണ്ട് ഇവിടുന്ന് പ്രൈവറ്റ് ബസ് കിട്ടാൻ വേണ്ടി നമ്മളിവിടുന്ന് ബസ് എടുത്ത് പോവാണ്. AC ബസ് എടുത്ത് പോവാണ്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് ഏകദേശം 600 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഇതാണ് നമ്മൾ നേപ്പാളിൽ കയറിയ വണ്ടി. ഒരു മോശം വണ്ടിയാണ് ഗൈസ്. ഇപ്പോൾ നമുക്ക് എന്താ ബ്രേക്കിന് വേണ്ടി ഇവിടെ മറ്റേതാണ്. നേപ്പാളി ഗേൾസാണ് കാണുന്നത്. അങ്ങനെ തൊട്ട് കാണുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് വ്യൂസും കാര്യങ്ങളും നമുക്ക് കിട്ടും. ലാസ്റ്റ് നമ്മൾ റൂമിലെത്തിയാണ്. അതിന് താഴെയുള്ള ചെറിയ ഹോട്ടലാണ്. നല്ല ഫുഡിനും കാര്യങ്ങൾ നല്ല എക്സ്പെൻസാണ്. നമ്മൾ നോക്കി ചിലവാക്കുക, അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. ഇതാണ് പാർട്ട് 1. ബാക്കി പാർട്ട് 2 വരുന്നതാണ്. ബൈ ഗൈസ്. സൂപ്പർ.